ഇന്ന് നമുക്കേ ഒരു പച്ചക്കായും ഉണ്ട്, കുറച്ച് പയറും ഉണ്ട്. ഒരു തോരൻ വെച്ചാലോ? നല്ല രസമുള്ള ഒരു തോരനാ കേട്ടോ. അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കായൊന്ന് അരിഞ്ഞ് നമുക്ക് വെള്ളത്തിൽ ഇടാവേ. കറയൊന്ന് പോട്ടെ. തൊലിയൊന്നും അങ്ങനെ കളയണ്ട കേട്ടോ. ഇങ്ങനെ ഒന്ന് എത്തിക്കളഞ്ഞാൽ മതി. എന്നിട്ട് നമുക്കിത് അരിയാവേ. നാലായിട്ട് അങ്ങ് മുറിക്കും. രണ്ടായിട്ട് മുറിക്കുക. ദാ ഇങ്ങനെ കഷ്ണങ്ങളാക്കുക. ഇതിന്റെ കറയൊന്ന് കളയാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് നല്ല പോലെ കഴുകിയെടുത്ത് കൊണ്ടുവരാവേ. ഇനി നമുക്ക് പയറൊക്കെ ഒന്ന് കഴുകിയെടുത്തോണ്ട് വന്നതാ. അതിനെ ഒന്ന് മുറിച്ചെടുക്കാവേ. ശരിക്കും പറഞ്ഞാൽ ഈ പയറില്ലേ, ഇങ്ങനെ മൂത്ത് കഴിയുമ്പോൾ ഈ പയറിന്റെ ഈ മണിയില്ലേ, അതാണ് ഒന്നും കൂടെ ടേസ്റ്റ് കേട്ടോ. ഈ തോരന് ഈ മണി ഇങ്ങനെ എടുക്കുന്നത്. ഇതിപ്പോൾ അത്ര മൂത്തിട്ടില്ല. അപ്പുറത്തെ വീട്ടിലെ ജോണിച്ചേട്ടൻ കൊണ്ട് തന്നതാ വാഴയ്ക്കയും പയറും ഒക്കെ. കൃഷിയുണ്ട്, അതുകൊണ്ട് വിഷമടിക്കാത്ത പച്ചക്കറിയാണ്. പയർ നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാവേ. പയറും വാഴയ്ക്കയും ദേ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. വായോ. ദാ ആദ്യം തന്നെ നമുക്ക് ഈ കായും പയറും കൂടെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് നമ്മുടെ തേങ്ങയും കാന്താരിയും ചെറിയുള്ളിയും മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും കൂടെ ഒന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരാവേ. ഇനി നമ്മുടെ കറിയിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാവേ. എന്നിട്ടൊന്ന് ഇളക്കണം. വെന്തോട്ടെ. തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടുണ്ട്, ഒക്കെ വെന്തു. ഇനി നമ്മുടെ അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അരപ്പിലേക്ക് ഒരു നുള്ളുപ്പും കൂടെ ചേർക്കണം കേട്ടോ, അരപ്പിനുള്ള. ഇനി ഒന്ന് മൂടി വെക്കുകയാണേ. ഒന്ന് ആവി കയറിയിട്ട് കഴിഞ്ഞാൽ ഇളക്കി കൂട്ടി റെഡിയാക്കി എടുക്കുന്നു. നമ്മൾ കടുക് വറക്കുന്നൊന്നുമില്ല, ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. നല്ലൊരു സൂപ്പർ തോരന കേട്ടോ. തുറന്നു നോക്കാം. ആവിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുന്നു. എണ്ണയൊക്കെ ഐസും കട്ടയായിപ്പോയി. ഒന്നുകൂടെ മൂടി വയ്ക്കാം. ഇനി സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ഒന്നും കൂടെ ഇളക്കി എടുക്കുന്ന ഒരു പരിപാടിയേ ഉള്ളൂ കണ്ടോ. നല്ലൊരു അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ പച്ചക്കായും പച്ചപ്പയറും കൂടെയുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. നല്ല ടേസ്റ്റ്, ഒരു നാടൻ തോരൻ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.